അപ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങളിടാം. നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങൾ അപൂർവം ചിലതൊഴികെ ബാക്കിയെല്ലാം വളരെ അശ്ലീലമെന്ന് പറയാവുന്ന രീതിയിലുള്ള വാർമോങ്കറിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അട്ടഹസിക്കുന്നു, ചീത്ത വിളിക്കുന്നു. ഞാൻ ഇന്നലെ കണ്ട ഒരു ക്ലിപ്പ്, ഇന്ത്യയിലെ കുപ്രസിദ്ധനായ ഒരു ജേർണലിസ്റ്റ് ഇരിക്കുന്ന പാനലിസ്റ്റുകളോട് ജയ് ഹിന്ദ് വിളിക്കാൻ ആവശ്യപ്പെടുന്നു, ഭാരത് മാതാ കി ജയ് വിളിക്കാൻ ആവശ്യപ്പെടുന്നു. അതിലൊരാൾ ഒരു പാനലിസ്റ്റ് പറഞ്ഞില്ല, ഞാൻ നിങ്ങൾ പറയുമ്പോൾ വിളിക്കേണ്ട സാധനം അല്ല അതെനിക്ക് എന്ന് പറയുമ്പോൾ അയാൾ അപഹസിക്കുന്നു, പരിഹസിക്കുന്നു. നിങ്ങൾക്ക് ഇന്ത്യക്കാരെന്ന് പറയുന്നതാണോ ഇല്ലേ എന്ന് പറഞ്ഞ് അത്രമാത്രം ലജ്ജാവഹമായ ജിങ്കോയിസമാണ് ഈ ടെലിവിഷൻ സ്റ്റുഡിയോകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വേറെ തരത്തിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഇപ്പോൾ നമ്മൾ മലയാളം ചാനലുകളും കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു വിലയിരുത്തൽ നമ്മളതിൽ കുറച്ച് ഭേദമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മീഡിയ വൺ ഭേദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഔദ്യോഗികമായി ഇത്തരം വാർത്തകൾ കൺഫേം ചെയ്യാത്ത വാർത്തകൾ നമ്മൾ കൊടുക്കുന്നില്ല. മറ്റൊന്ന്, ചില വാർത്തകൾ സൂചനകളുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ റിപ്പോർട്ടർമാർ പറയുന്നുണ്ട്, ഇങ്ങനെ കേൾക്കുന്നു പക്ഷേ കൺഫേം ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ പറയാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് നല്ലതാണ്. അതായത് ചില വിവരങ്ങളുണ്ട് പക്ഷേ അത് കൺഫേം ചെയ്തിട്ടില്ല എന്ന് പറയാം. ചിലപ്പോൾ അത് ഉള്ളതാണെങ്കിൽ നമുക്ക് ഉറപ്പില്ല, ചില കാര്യങ്ങൾ ചിലപ്പോൾ നടന്നിട്ടുണ്ടാകാം. നമ്മൾ കൺഫേം ചെയ്യാത്ത കാര്യങ്ങൾ കൺഫേം ചെയ്തില്ല എന്ന് തന്നെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്ന് നമ്മുടെ റിപ്പോർട്ടർമാർക്ക് അറിയാം. അതുകൊണ്ടാണ് അവരത് പറയുന്നത്. പക്ഷേ ഇതുണ്ടാക്കുന്ന അപകടം, ഒന്ന്, ഒരുതരം വ്യാജ ഉന്മാദ ദേശീയത ആളുകളുണ്ടാക്കും, ആളുകളിൽ അനാവശ്യമായ പാനിക് ഉണ്ടാക്കും. മറ്റൊരു കാര്യം, ഇന്ത്യയുടെ തന്നെ ഇക്കാര്യത്തിലെ താല്പര്യങ്ങളെ ഹനിക്കുന്ന വിധത്തിൽ വാർത്തകൾ വരും. നമ്മൾ ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ മീഡിയ നോക്കുകയാണ് ഇതിൽ നല്ലത്. ഇന്ത്യൻ മീഡിയയോ പാകിസ്ഥാൻ മീഡിയയോ ആശ്രയിക്കാതെ ഇൻ്റർനാഷണൽ മീഡിയ നോക്കുക, എന്താണ് നടക്കുന്നുള്ള കൃത്യമായ വിവരം കിട്ടും. അവിടെ നടന്ന കാര്യങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യുള്ളൂ. ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യലി എവിഡൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ അവർ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കറാച്ചി കത്തിയോ എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ കറാച്ചി ആക്രമണം നമ്മൾ ഇൻ്റർനാഷണൽ മീഡിയ നോക്കുമ്പോൾ അവിടെ അങ്ങനെ സംഭവം നടന്നിട്ടില്ല. നവാസ് ഷെരീഫിൻ്റെ വീടിൻ്റെ 20 കിലോമീറ്റർ അപ്പുറം ബോംബ് പൊട്ടിയോ ഇല്ല, അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പോരുന്നതിന് മുമ്പ് ഞാൻ ഉച്ചയ്ക്ക് ഓഫീസിൽ വന്നപ്പോൾ ഉണ്ടായ കാര്യം, ഈ കറാച്ചി എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് പിന്നെ ഇരിക്കുകയാണ് ആളുകൾ. അതായത് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കാത്തൊരു കാര്യം ഉണ്ടെന്ന് പിന്നെ വാദിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണ് കറാച്ചി പോർട്ട് ട്രസ്റ്റിൻ്റെ ഒരു ട്വീറ്റ് വരികയാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഡാമേജ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്. കണ്ടില്ലേ, അവർ സമ്മതിച്ചു കണ്ടില്ലേ, നമ്മൾ പറഞ്ഞതല്ലേ. അതായത് ഇന്ത്യ സമ്മതിക്കാത്തൊരു കാര്യം കറാച്ചി പോർട്ട് ട്രസ്റ്റ് പറഞ്ഞു ഞങ്ങൾക്ക് ഡാമേജ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്, തൊട്ടുടനെ തന്നെ കറാച്ചി പോർട്ട് ട്രസ്റ്റ് പറഞ്ഞു ഞങ്ങളുടെ എക്സ് ഹാൻഡിൽ ആരോ ഹാക്ക് ചെയ്തതാണ്, ഇന്ത്യക്കാരായിരിക്കും ഹാക്ക് ചെയ്തത്, അവരിങ്ങനെ വിവരം ഇട്ടതാണെന്ന്. ഞാൻ വിചാരിക്കുന്നത് അവർ തന്നെ ഇട്ടായിരിക്കുന്നതാണ്. അതായത് ഇന്ത്യക്കാർക്ക് വേണ്ട തെളിവ് കൊടുക്കാൻ വേണ്ടി അവർ തന്നെ ഇട്ടായിരിക്കും, അറ്റാക്ക് ചെയ്തെന്ന് പറയണം, അതിനുവേണ്ടി ഇട്ടതായിരിക്കും. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഓപ്പറേഷൻ, ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് വളരെ വ്യക്തമായ ലക്ഷ്യമുള്ളതാണ്, അതിന് നിർണ്ണമായ ശൈലിയും രീതിയും ഉള്ളതാണ്. അത് ആവർത്തിച്ച് പറയാം. ഒരു പ്രാവശ്യമല്ല, എല്ലാ പ്രസ് കോൺഫറൻസിലും അവർ ആവർത്തിച്ച് ആ കാര്യം പറയുന്നുണ്ട്, ഇത് യുദ്ധമല്ല ഇത് ഓപ്പറേഷനാണെന്നുള്ള കാര്യം. അതങ്ങനെ പറയുന്ന കാര്യം നമുക്ക് കൂടി ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. നമ്മളൊരു യുദ്ധത്തിലല്ല എന്നും നമ്മളൊരു ഓപ്പറേഷനാണ് അതെന്നും നമുക്ക് കൂടി ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. അത് മറികടന്ന് പറ്റില്ല, യുദ്ധം ചെയ്തേ പറ്റൂ എന്ന് വാശി പിടിക്കും പോലെയാണ് ചില ടെലിവിഷൻ സ്റ്റുഡിയോകളിൽ ചില അവതാരകരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാനൊരു ക്ലിപ്പ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ സമയത്ത് ടെലിവിഷൻ കാണാറില്ല, വീട്ടിൽ പോയാൽ ഞാൻ ഒരു ക്ലിപ്പ് കണ്ടത്, ഇന്ത്യ ബീഫ്ഡ് അപ്പ് സെക്യൂരിറ്റീസ് ഇൻ എയർപോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് തലക്കെട്ടിൽ എന്തോ ഒരു പ്രസ് റിലീസ് വന്നു. അത് വായിച്ചിട്ട് ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളവും അടച്ചു പൂട്ടിയെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഈ പറയുന്ന വാർത്തകളുടെ അടിയിൽ ആളുകൾ പറയുന്നുണ്ട്, ഇത് ഷെയർ ചെയ്യുന്ന വാർത്തകളുടെ അടിയിൽ, ഞാനിത് ട്വീറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണല്ലോ, ഇവിടെ അടച്ചിട്ടില്ലല്ലോ, എന്നിട്ടും അത് തിരുത്താൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ആരും തിരുത്താൻ പോലും തയ്യാറാവുന്നില്ല. അപ്പോൾ ടെലിവിഷൻ സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ചു പറയുന്നു, സോഷ്യൽ മീഡിയ ഇതിങ്ങനെ എക്സാജറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭയങ്കര കഷ്ടമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയിൽ അതിൽ കുറച്ച് ഭേദം മലയാളികളാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇന്ത്യക്കാർ പൊതുവെ ഡിജിറ്റൽ നിരക്ഷരരാണ്. അതായത് ഡിജിറ്റലി എന്ത് കണ്ടാലും അത് ശരിയാണ്, അത് വാർത്തയാണ്, അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ബഹുഭൂരിഭാഗം ജനങ്ങളുടെ ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൻ്റെ കുറേ അപകടങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ മലയാളികളും ആ രീതിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇത് ചൂണ്ടിക്കാട്ടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ ന്യൂനപക്ഷമാണ്. പക്ഷേ കൂടുതൽ ആളുകൾ ഇത് വിശ്വസിക്കുന്നുണ്ടാവും. കൂടുതൽ ആളുകൾ ഇപ്പോൾ അവിടെ ഭയങ്കര നമ്മൾ യുദ്ധം ചെയ്യുകയാണ്, അവരുടെ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നിഷാദിനെ അയച്ചൊരു വോയിസ് മെസ്സേജ് ഞാൻ കേൾക്കുകയാണ്. പപ്പ, മമ്മി പറയുന്നു നമ്മൾ യുദ്ധത്തിലാണെന്ന് പറയുന്നു, യുദ്ധം നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു, വൈകുന്നേരം വരുമ്പോൾ ഒരു തോക്ക് മേടിച്ചുകൊണ്ട് വരണം കേട്ടോ എന്ന്. അതായത് കുട്ടികൾ വരെ ഈ വാർത്ത കാണുകയാണ്, കുട്ടികൾ വരെ കൺസ്യൂം ചെയ്യുകയാണ്. അത് അവരുടെ മാനസികാവസ്ഥയെ, അവരുടെ ക്യാരക്ടറിനെ, ബിഹേവിയറിനൊക്കെ എങ്ങനെ ബാധിക്കുന്നു പോലും ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ കുറേ കൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ജേർണലിസം മലയാളികൾ അർഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.